ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരന്തിൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നീലിമയും കൂട്ടി ചന്ദ്രോദയത്തിലൂടെ വരുന്ന സച്ചി എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയുന്നു, ഈ നിൽക്കുന്ന നീലിമയാണ് ഇവൻ്റെ കാമുകി. ഇവളാണ് സ്തുതിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഇവൻ പറയുന്നത്. പക്ഷേ ആ 50 ലക്ഷം രൂപയും പലിശ ഉൾപ്പെടെ 55 ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശ്രുതിക്കും നീലിമ കൈമാറിയതാണ്. അതിന് വിറ്റ്നസ്സായിട്ട് ഞാനാണ് ഒപ്പിട്ടെന്നൊക്കെ പറയും. നീലിമയെ കണ്ട ഷോക്കിൽ ശ്രുതിക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. നീലിമ തന്നെ നടന്ന സത്യങ്ങൾ മുഴുവൻ വീട്ടിലുള്ള എല്ലാവരോടും പറയുകയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പൈസ അയച്ചു കൊടുത്തതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട പേപ്പറുകളും ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയ രേഖകളും എല്ലാം വർഷയും ശ്രീകാന്തും ചേർന്ന് പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നു, അച്ഛാ ഇവർ പറഞ്ഞ സത്യമാണ്. 55 ലക്ഷം രൂപ സുധിയേട്ടന് നീലിമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇതറിയുന്ന ചന്ദ്രമതി അങ്ങോട്ട് വന്ന് ശ്രുതിയുടെ മുഖത്തോട് നോക്കുകയാണ്. സത്യമാണോ ഈ പറഞ്ഞതെന്ന് ചോദിക്കും. ഉടനെ സത്യമാണെന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കും, നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? എന്ന് നിനക്ക് വേണ്ടി മാത്രം ബാധിച്ചുകൊണ്ടിരുന്ന എന്നെ നീ ചതിച്ചില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അടിക്കുകയാണ്. പറയടാ, എന്തിനു വേണ്ടി നീ ഈ തുളിച്ചു വെച്ചതെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, ഇതെല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ്. ശ്രുതിയാണ് ഈ പൈസ കിട്ടിയ കാര്യം വീട്ടിൽ ആരോടും പറയേണ്ടെന്ന് പറയും. അത് കേൾക്കുന്ന ചന്ദ്രമതി നേരെ തിരിഞ്ഞ് ശ്രുതിയുടെ അടുത്തോട് ചെല്ലുകയാണ്. ശ്രുതിയെ ചോദ്യം ചെയ്യുന്നു. ശ്രുതി അപ്പോഴും ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ആൻറ്റി ശ്രുതി ഒരിക്കലും ജോലിക്ക് പോകത്തില്ലായിരുന്നു. എന്നും ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകും, തിരിച്ചു വരും. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നും ബീച്ചിലും പാർക്കിലും കിടന്ന് ഉറക്കമായിരുന്നു. അതുകൊണ്ട് ശ്രുതിക്ക് എന്നും മുതലാളിയാവണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ആ പൈസ കിട്ടിയപ്പോൾ ഷോറൂം വിട്ട് കൊടുത്തത്. പിന്നെ എന്നും ശ്രുതിക്ക് വേണ്ടി വാദിക്കുന്ന ആൻറ്റി പോലും ഒരിക്കലും ശ്രുതിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നു. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ എൻ്റെ മകന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നോ? പിന്നെ അവൻ എങ്ങനെയാണ് 7 ഡിഗ്രി കിട്ടിയത്? അവനെ ആരാടി പഠിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയെ നല്ല രീതിയിൽ അങ്ങ് തല്ലുകയാണ്. അപ്പോഴത്തേക്ക് അത് കാണുന്ന രവീന്ദ്രൻ ചന്ദ്രമതിയെ തടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. ശ്രുതി പറയും, ഞാൻ ശ്രുതിക്ക് വേണ്ടിയാണ് ആ പൈസ കിട്ടിയ കാര്യം എല്ലാവരോടും മറച്ചു വെച്ചത്. വെച്ചേക്കും അങ്ങനെ മറച്ചു വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിൻ്റെ അച്ഛൻ അയച്ചെന്ന പൈസ ആയിരിക്കണമായിരുന്നു. ഇത് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടിയ പൈസയാണത്, 50 ലക്ഷം രൂപ. ആ പൈസ ആരും അറിയാതെ തിരിച്ച് മേടിച്ചിട്ട് നീ അത് ഞങ്ങളിൽ നിന്നൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് നീ ഷോറൂം തുടങ്ങി. എന്നിട്ട് ഞങ്ങളെല്ലാം നീ ബുദ്ധിപൂർവ്വം പറ്റിച്ചേലിയോടി നോക്കും. എന്നിട്ട് നീ എല്ലാം ശ്രുതിക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞു. അതേ ആൻറ്റി, ശ്രുതിക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ശ്രുതിക്ക് വേണ്ടി ആൻറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെയും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശ്രുതിക്ക് വേണ്ടി ഒന്നും ആൻറ്റി ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി പിന്നെയും അങ്ങ് തല്ലുകയാണ്. നീ എന്താടി കരുതിയത്? ഞാൻ വെറും മണ്ടിയാണെന്നോ? എൻ്റെ മോനെ പഠിപ്പിച്ച് ഇത്രയാക്കിയത് ഞാനാ. അങ്ങനെയുള്ള എൻ്റെ മോന് വേണ്ടി ഞാനൊന്നും ചെയ്തു കൊടുത്തില്ല, നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയെന്ന് വെച്ചുകൊണ്ട് പിടിച്ച് വലിച്ചിട്ട് പുറത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, മതി നിർത്താൻ പറയും. അങ്ങനെ പറയും, രവിയേട്ടൻ ഇത് ഇടപെടരുത്. ഇവിടെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാണ്, ഒരുപാട് സ്നേഹിച്ചതാണ്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെന്ന രീതിയിൽ ഞാൻ ഇവിടെ തലയിലേറ്റിക്കൊണ്ട് നടന്നത്. ഇവളാണ് എന്നോട് പറയുന്നത് എൻ്റെ മോന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഉടനെ പറയും, അതേ ആൻറ്റി ഒന്നും ചെയ്തിട്ടില്ല. ശ്രുതിക്ക് 7 ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശ്രുതിക്ക് അതിനു വേണ്ടിയുള്ള ഒരു ബുദ്ധിയില്ല. ശ്രുതി ഒരിക്കലും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഞാനിപ്പം ബുദ്ധിപൂർവ്വം ആ ഷോറൂം വിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ശ്രുതി ഇന്നും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് നേരം വിളകുമ്പോൾ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നേണെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന ശ്രുതിക്കും അങ്ങ് വിഷമം വരും. കാരണം ഇത്രയും നേരവും ചന്ദ്രമതി ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചെങ്കിൽ ഇപ്പോൾ ശ്രുതി തന്നെ ശ്രുതിയെ കുറ്റപ്പെടുത്തി പറയുന്നു. ശ്രുതിക്ക് ഒരു കഴിവുമില്ല, വെറും 7 ഡിഗ്രി മാത്രമേ ഉള്ളതെന്ന്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് നല്ല വിഷമ സങ്കടം വരികയാണ്. പിന്നെ ശ്രുതിയുടെ മുഖത്തോട്ട് പോലും ശ്രുതി നോക്കത്തില്ല. അപ്പോഴത്തേക്ക് സച്ചി പറയും, അച്ഛാ ഇതൊരു നാടകമാണ്. ഇത് ആ ഓട്ടക്കാരനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ എല്ലാ കുറ്റവും ഇവളുടെ പേരിൽ ഇടുവാന്ന് പറയും. ഉടനെ പറയും, സച്ചി നീ സംസാരിക്കണമെന്ന് പറയും. ഉടനെ വർഷയും പറയും, സച്ചിയുടെ പറഞ്ഞാൽ എന്താ തെറ്റ്? ഒരു തെറ്റ് ചെയ്തത് ഇവർ രണ്ടുപേരും ചേർന്ന്. എന്നിട്ടിപ്പം ശ്രുതി ചേച്ചി മാത്രം എന്തിനാ ആൻറ്റി ശിക്ഷിക്കുന്നത്? ഇവർ രണ്ടുപേരോട് ചേർന്നില്ലേ പൈസ വാങ്ങിച്ച കാര്യം എല്ലാവരും മറച്ചു വെച്ചത്? എന്നിട്ടിപ്പോൾ എല്ലാ തെറ്റും ശ്രുതി ചേച്ചിയുടെ മേൽ പറഞ്ഞിട്ട് എന്തിനാ ശ്രുതിയേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് ആൻറ്റി ശ്രമിക്കുന്നതെന്ന് നോക്കും. ഉടനെ പറയും, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് പെരുമാറുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. മിണ്ടാതിരിക്കാൻ എല്ലായിടത്തും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് റൈസ് ആവുകയാണ്. ഉടനെ പറയും, തെറ്റ് ചെയ്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറയും, നീ നിൻ്റെ റൂമിലോട്ട് പോകാൻ പറയും. ഉടനെ ശ്രുതി കരഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അങ്ങ് അടിയെല്ലാം കൊണ്ടുകൊണ്ട് ശ്രുതി നേരെ അങ്ങ് റൂമിലോട്ട് ഓടി പോവുകയാണ്. ഉടനെ ചന്ദ്രമതി പറയും, ഇങ്ങനെ ഒരു വിഷവിത്താന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഉടനെ പറയും, മലേഷ്യക്കാരിയാന്ന് പറഞ്ഞ് കൊണ്ട് നടന്നേയില്ലേ? മലേഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പണം വരും. മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ അയച്ച 50 ലക്ഷം രൂപ കൊണ്ടാണ് ഷോറൂം തുടങ്ങിയതൊക്കെ വിശ്വസിച്ചിരുന്നില്ലേ? പിന്നെ എന്തൊക്കെയായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണവള സമ്മാനം കൊടുത്തിരുന്നു, 3 കോടിയുടെ ബംഗ്ലാവ് മേടിക്കുന്നു, എന്തൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ എന്തുവായി? എൻ്റെ ഭാര്യ പാവം പിടിച്ച വീട്ടിലാണെങ്കിൽ അവൾ ഒരിക്കലും ഇതുപോലെ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പോ നടത്തിയിട്ടില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്
ശ്രുതിക്ക് അങ്ങ് നല്ല വിഷമമാകും. കാരണം ശ്രുതിയെ ഒരുപാട് ചന്ദ്ര എല്ലാവരും മുമ്പ് വെച്ചും തല്ലിയൊക്കെ ചെയ്തു. ഉടനെ ശ്രുതിയെ കാണാൻ വേണ്ടി ശ്രുതി റൂമിലോട്ട് പോകുമ്പോൾ പറയും, നീ ഇവിടെ പോവാടാ. അത് അമ്മേ, ശ്രുതി റൂമിൽ പോയില്ലേ, അവൾ എന്തെങ്കിലും ചെയ്താലോ, പിന്നെ അവൾ എന്ത് ചെയ്യാനാ, അവളൊന്നും ചെയ്യത്തില്ല, പോടാ എൻ്റെ റൂമിലോട്ട്, നീ ആ റൂമിലോട്ട് കയറി പോലോ എന്ന് പറയും. അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഉടനെ ശ്രുതിയെ ചന്ദ്രയുടെ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ സമയത്ത് രേവതി പതുക്കെ ശ്രുതിയുടെ മുകളിലും, നീ എവിടെ പോവുക, അത് ഞാൻ ശ്രുതിയെ ഒന്ന് കണ്ടിട്ട് വരാം, അവൾ നല്ല വിഷമമുണ്ട്, അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല, മനുഷ്യരുടെ മനസ്സല്ലേന്ന് പറയും. പിന്നെ അവൾ എന്ത് ചെയ്യാനാ, അവളെ കാണാൻ ഇപ്പോൾ തൽക്കാലം ആരും പോകണ്ടെന്ന് പറയും. അങ്ങനെ രേവതിയും തടുക്കുകയാണ്. അതിനുശേഷം രേവതി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുകയാണ്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരും. സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചിയേട്ടാ അമ്മ ശ്രുതിയെ ഇങ്ങനെ തല്ലുമെന്ന്, പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ടതെന്ന് ചോദിക്കും. എന്നാലും ഇങ്ങനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു, അത് എന്തായാലും തെറ്റ് സംഭവിച്ചു പോയി, പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരിങ്ങനൊരു ചതി ചെയ്യുമെന്നുള്ളത്. അവൾ ചെയ്യും, അവൻ ചെയ്തില്ലെങ്കിലും അവൾ ചെയ്യും, പണ്ട് തൊട്ടേ എനിക്ക് അവനെ അറിയാം, പക്ഷേ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് രേവതിയും പറയും. അത് ചോദിക്കാം, നിനക്കിപ്പോഴും അവളെ ശരിക്കും മനസ്സിലായിട്ടില്ല രേവതി, അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അവൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. മുമ്പ് ഒരു തവണ നിനക്കറിയാം അവളെ എവിടെയോ പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വന്നത്. അവളെ ചുറ്റിപ്പറ്റി എനിക്കിപ്പോഴും നല്ല സംശയമുണ്ടെന്ന് തന്നെ പറയും. അങ്ങനെ പറയുന്നത് അല്ല, എനിക്ക് അവളെ കണ്ട കാലം തൊട്ട് എനിക്ക് അവളൊരു ഫ്രോഡാന്ന് തോന്നിയിട്ടുണ്ട്, എന്തായാലും 2 ഫ്രോഡുകൾ തമ്മിലല്ലേ ഒന്നിക്കത്തുള്ളൂ എന്നൊക്കെ അവർ പറയും. ആ സമയത്താണ് ശ്രീകാന്ത് വർഷം അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞു നിന്നായിരുന്നു. അതേ വർഷേ ഞാൻ സച്ചിയോട് പറഞ്ഞതാ, എന്നാലും ഇത്രയും അമ്മ ശ്രുതിയെ തല്ലുക ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. അത് ശരിയാ സച്ചിയേട്ടാ, തല്ലിയത് കുറച്ച് കൂടിപ്പോയെന്ന് പറയും. കൊള്ളാവല്ലോ, അവൾ തെറ്റ് ചെയ്താൽ പിന്നെ അവളെ ശിക്ഷിക്കണ്ടേ. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ സച്ചിയേട്ടൻ തല്ലാൻ തുടങ്ങുന്നത് ആരുടെ സ്വഭാവമാണ്. നീ പറയുന്നത് എനിക്ക് അമ്മയുടെ സ്വഭാവമെന്നാണ്, എനിക്ക് അവരുടെ ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഉടനെ രേവതി പറയും, പിന്നെ അച്ഛൻ്റെ സ്വഭാവം, അച്ഛൻ ദേഷ്യം വരുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ല, അച്ഛൻ ദേഷ്യം വന്നാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ സ്വഭാവം സച്ചി ഏട്ടനില്ലേ എന്നല്ല, എങ്കിലും എനിക്ക് അമ്മയുടെ സ്വഭാവമല്ല, ഇത്രയും ദേഷ്യം വരുമ്പോൾ അടിക്കുന്ന സ്വഭാവം മിക്കവാറും അമ്മയുടെ തന്നെ ആയിരിക്കും, ആൻറ്റിയുടെ സ്വഭാവമായിരിക്കുമെന്ന് വർഷ പറയും. അതുകൊണ്ട് ഇപ്പോൾ എന്നാലും സുധിയേട്ടൻ കൊച്ചിയിലും തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുധിയേട്ടൻ അത് ഒളിച്ചു വെക്കാനും കള്ളത്തരം കാണിക്കാനും ഒക്കെ അറിയാം, പക്ഷേ ശ്രുതി ചേച്ചിയിലും ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സ്വഭാവം ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് ശ്രീകാന്ത് പറയും. അപ്പോൾ വർഷയും പറയും, അത് ശരിയാ, പക്ഷേ എന്തിനാണ് അവരിങ്ങനെ ചെയ്തത്, അത് 50 ലക്ഷം രൂപ തിരികെ കിട്ടിയ കാര്യം, അതും 50 അല്ല വർഷം 55 ലക്ഷം രൂപ കൊടുത്തെന്നില്ലേ നീലിമ പറഞ്ഞു. അത് ശരിയാ ശ്രീകാന്ത്, എന്നിട്ട് ആ ഒരു ഭാഗം നമ്മുടെ അടുത്ത് ആരെടുത്തും പോയിട്ട് നമ്മുടെ അടുത്തൊന്നും പറയണ്ട, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തെങ്കിലും പറയാമായിരുന്നല്ലോ. എടാ ശ്രീകാന്തേ, നിനക്ക് മനസ്സിലായില്ലയോ അമ്മയ്ക്ക് ഇപ്പോൾ ഇത്രയും ദേഷ്യം വരാൻ കാരണം, അതും നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് ശ്രുതി അമ്മ തല്ലിയെന്ന്. അമ്മയ്ക്ക് ശ്രുതിയോട് ദേഷ്യം തോന്നാൻ കാരണം എന്താ, എല്ലാ കാര്യവും ശ്രുതിയും അമ്മയോട് പറയുമായിരുന്നു. ഈ പൈസ കിട്ടിയ കാര്യം ഒരുപക്ഷെ അവർ അമ്മയോട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം വരത്തില്ലായിരുന്നു. ഇത് അമ്മയോട് പറയാതിരുന്നതിൻ്റെ ദേഷ്യമാണ് അമ്മ ഇത്രയും നേരം ശ്രുതിയുടെ ദേഹത്തെ തല്ലി ചതച്ചതെന്ന് പറയും. അതായിരിക്കും, അത് ശരിയാ, എല്ലാ കാര്യവും ആൻറ്റി എന്ന് വിളിച്ച് പുറമേ നടന്ന് പറയുന്നില്ലേ, ഇത് മറച്ചുവെച്ചതിൻ്റെ ദേഷ്യമായിരിക്കും, അത് സച്ചിടൻ പറഞ്ഞ ശരിയാണെന്ന് വർഷ പറയും. കൊച്ചിലേ തൊട്ട് അവൻ അങ്ങനെ അല്ലയോടാ, എന്ത് കള്ളത്തരം അവൻ ചെയ്യും, എന്നിട്ട് അവനത് മറ്റുള്ള തലക്കിടും, അതിൻ്റെ ഒരു ഇര തന്നെയല്ലേ ഞാനെന്ന് പറയും. ഉടനെ രേവതി ഇങ്ങനെ നോക്കും, അത് ചോദിക്കും, ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലെന്ന് പറയും. ഇനിയിപ്പോൾ സച്ചിയേട്ടാ ശ്രുതി ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ, അവളെന്തോ ചെയ്യാനാ, അവൾ കുറച്ച് നേരം എടുത്ത് കരയും, അല്ലാതെ അവളെന്തോ ചെയ്യാനാന്ന് പറയും. അങ്ങനെ എന്നാലും ശ്രീകാന്ത് പറയും, എന്തായാലും നല്ല പറ്റിയ ജോഡി തന്നെ കിട്ടിയത്, സുധിയേട്ടന് പറ്റിയ ഭാര്യയാണ് ശ്രുതി ചേച്ചി എന്ന് പറയും. അല്ലെങ്കിൽ അവനൊരു മണ്ടനാ, ഇപ്പോൾ അവന് പറ്റിയൊരു ഭാര്യ കിട്ടിയെന്ന് പറയും. അപ്പോൾ ചോദിക്കും, അവന് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളെല്ലാവരും മുമ്പ് വെച്ചും പറഞ്ഞില്ലേ അവനൊരു മണ്ടനാന്ന്, കാരണം അവൻ 7 ഡിഗ്രിയേ ഉള്ളൂ, അവനൊരു ബുദ്ധിയില്ലെന്ന്, അത് സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ഇപ്പം മനസ്സിലായല്ലോ എന്ന് പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് അവർ 2 കൂട്ടർ നിന്നങ്ങ് ചിരിക്കുകയാണ്. സുധി മണ്ടനാന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് ചിരിക്കും അടുക്കളയായിരുന്നു. അപ്പോഴത്തേക്ക് അതെല്ലാം സുധി ഹോളിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വരും, കാരണം ആരെന്ത് പറഞ്ഞാലും വിഷമമില്ല, പക്ഷേ ശ്രുതി എല്ലാവരും മുമ്പിൽ വെച്ച് ശ്രുതിക്ക് ഒരു ബുദ്ധിയില്ല, ശ്രുതിക്ക് ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞു. അതാണ് ചന്ദ്രമതിയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്തതും. അതൊക്കെ കേൾക്കുന്ന ശ്രുതിക്ക് അങ്ങ് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ റൂമിലോട്ട് വരികയാണ്. ശ്രുതി അവിടെ കരഞ്ഞ് കലങ്ങി മുഖമൊക്കെ വീർത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയെ കാണുന്നതും ശ്രുതിക്ക് അങ്ങ് ദേഷ്യമുണ്ട്. ഉടനെ ശ്രുതി എന്ന് വിളിക്കും, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തതാണ് ശ്രുതി, എന്നിട്ട് എന്നെ അത്രയും പേരെ മുമ്പിലിട്ട് നിങ്ങളുടെ അമ്മ തല്ലി ചതച്ചിട്ട് നിങ്ങളൊരു വാക്ക് മിണ്ടില്ലെന്ന് നോക്കും. അത് ശ്രുതി, നീ എന്തിനാ അമ്മയെ പ്രകോപിപ്പിക്കാൻ പോയത്, നീ എല്ലാവരും മുമ്പിൽ വെച്ച് ഞാനൊരു മണ്ടനാണെന്ന് പറഞ്ഞില്ലേന്ന് നോക്കും. എനിക്ക് 7 ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിയില്ലെന്ന് പറഞ്ഞില്ലെന്ന് നോക്കും. പിന്നെ ഞാൻ സത്യമല്ലേ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ശ്രുതി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ,
ശ്രുതിക്ക് ബുദ്ധി കൂടുതലായിരുന്നുണ്ടെങ്കിൽ ശ്രുതി പാർക്കിലും ബീച്ചിലും കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിൻ്റെ തെളിവല്ലേ സച്ചി ഒരു തവണ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തത്. ശ്രുതി ബീച്ചിലും പാർക്കിലും കിടന്ന് കളിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അതൊക്കെ കണ്ട് എനിക്ക് എന്ത് വിഷമമായെന്നറിയാമോ. എന്നിട്ട് ആ ശ്രുതി നല്ല നില ആവാൻ വേണ്ടിയല്ലയോ ആ പൈസ കിട്ടിയ സമയത്ത് ഞാൻ ശ്രുതിക്ക് ഒരു ഷോറൂം വീട്ടിൽ തരാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ശ്രുതി ആ കാര്യം വീട്ടിൽ പറയാതെ എല്ലാ തെറ്റും എൻ്റെ പേരിൽ ആരോപിച്ചെന്ന് പറയും. ശ്രുതി സത്യമാണ്, നീ നമ്മൾ ഷോറൂം ഇട്ട് പൈസ കിട്ടിയ കാര്യം നമ്മൾ മറച്ചും വെച്ചു. പക്ഷേ നീ അമ്മയോട് അത്രയും പ്രകോപന രീതി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്ത് സംസാരിച്ചെന്നാണ് ശ്രുതി പറയുന്നത്. എനിക്ക് 7 ഡിഗ്രി ഉണ്ടെന്നേ ഉള്ളൂ, എനിക്കൊരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞില്ല, നീ പിന്നെയും അമ്മയോട് എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പം ഞാനത് പറഞ്ഞാണ് തെറ്റില്ലേ. ശ്രുതിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതി ഈ 50 ലക്ഷം രൂപ കൊണ്ട് നീലമ്പയ്ക്ക് കൊടുക്കത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കും. അതിപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടിയില്ലേ. പക്ഷേ തിരിച്ച് കിട്ടിയ സമയത്ത് നമ്മളത് അമ്മയോടെങ്കിലും പറയണമായിരുന്നു. അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ശ്രുതിക്ക് ഇപ്പോൾ ഷോറൂം ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ശ്രുതിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ശ്രുതിക്ക് എന്ത് അപകടം വരുമ്പോഴും ഞാൻ ശ്രുതിയുടെ കൂടെ നിൽക്കും. എപ്പോഴും സച്ചി ശ്രുതിയെ കളിയാക്കി സംസാരിക്കുകയും പെരുമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും മുമ്പ് വെച്ച് എന്നെ നിങ്ങളുടെ അമ്മ തല്ലുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും തടയാൻ ശ്രമിച്ചില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ സച്ചിയോ രേവതി ആയിരുന്നെങ്കിൽ രേവതിയെ ഇത്രയും പേരെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് സച്ചി മാറി നിൽക്കുമെന്ന് നോക്കും. നിങ്ങൾക്ക് ഇത്രയും സ്നേഹം എന്നോടുള്ളായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പരിഭവം പറയാൻ കരയുകയും ചെയ്യുകയാണ്. ഇല്ല ശ്രുതി, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവത്തില്ലെന്ന് പറയും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അച്ഛയ്ക്ക്. നീ അമ്മയോട് അത്രയും ദേഷ്യം പിടിച്ചതുകൊണ്ടല്ലേ ശ്രുതി, നീ എന്തിനാ വെറുതെ ദേഷ്യം പിടിച്ച് സംസാരിച്ചതെന്ന് ചോദിക്കും. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും. അമ്മയില്ലേ ശ്രുതി എന്നെ പഠിപ്പിച്ചത്. അച്ഛയ്ക്കും പഠിപ്പിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നിങ്ങൾ വീടിൻ്റെ ആധാരം ചോദിച്ചപ്പോൾ ആ സമയം നിങ്ങളുടെ അമ്മ തന്നോ? വീട് മേടിക്കാൻ സമയത്തും 30 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി അതിനുശേഷമുള്ള പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൻ്റെ ഷെയർ ചോദിച്ചു. ആ സമയത്ത് നിങ്ങളുടെ അമ്മ തന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ. എന്നിട്ടും നിങ്ങളിപ്പോഴും നിങ്ങളുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. ശ്രുതി വേണ്ട, നിർത്തിക്കോ, എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി നീ സംസാരിച്ചത് എനിക്കിഷ്ടമല്ലെന്ന് പറയും. ശരിയാ, നിങ്ങളുടെ അമ്മയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്നെ എല്ലാവരും മുമ്പിൽ വെച്ചും തല്ലിയും വഴക്ക് കുറേ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെന്ന് പറയും. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ തമ്മിൽ ഇവിടെ ജീവിച്ചാൽ ശരിയാവത്തില്ലെന്ന്. ഞാൻ പോവാന്ന് പറയും. ഉടനെ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് ശ്രുതി അപ്പോഴേ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ആ സമയത്ത് ശ്രുതി ഒന്ന് പ്രതീക്ഷിക്കും ശ്രുതി വന്ന് വിളിക്കുമെന്ന്. പക്ഷേ ശ്രുതി വിളിക്കത്തില്ല. അങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് ശ്രുതി ഇറങ്ങുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി വീട് വിട്ടു പോകുന്ന ശ്രുതി തടയുമോ, അതോ ശ്രുതി നേരെ മീരയുടെ വീട്ടിലോട്ടാണോ പോകുന്നത്, അതോ ഇനി ആദിയെയും വിമലയുടെയും കൂടെ നാട്ടിലോട്ട് പോവുമോ, അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.